ബക്ക് കോയിലിൻ്റെ വർക്കിംഗ് ആണ് പറയാൻ പോകുന്നത്. അതായത് ഈ SW എന്നെഴുതിയ നോഡിൽ ഇവിടെ വരുന്ന വോൾട്ടേജിനെ ഓണാക്കും ഫസ്റ്റ് മൊമെൻറ്റിൽ, അതിനുശേഷം ഓഫ് ചെയ്യും, അതിനുശേഷം ഓണാക്കും, അതിനുശേഷം ഓഫ് ചെയ്യും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു വോൾട്ടേജിനെ മാറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇങ്ങനെയൊരു വോൾട്ടേജാണ്, മീൻസ് ഇങ്ങനൊരു ഫ്രീക്വൻസി ഇവിടെ ജനറേറ്റ് ആവും. ഓക്കെ, ഈ ഒരു ഫ്രീക്വൻസിയാണ് ഈ പർട്ടിക്കുലർ ബക്ക് കോയിലിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. ഓണാക്കുന്ന സമയത്ത് സ്റ്റോർ ചെയ്യും, എനർജീനെ സ്റ്റോർ ചെയ്യും, ഓഫാക്കുമ്പോൾ അത് റിലീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ളതിൻ്റെ ഡ്യൂട്ടി ടൈം സിഗ്നലാണ് ഔട്ടിൽ വരിക. അപ്പോൾ ഇവിടെ ഓണും ഓഫും ആക്കുന്ന സമയത്ത് ഒരു ഓൺ സിഗ്നൽ വരും. അപ്പോൾ തന്നെ വോൾട്ടേജ് കുറവായിരിക്കും. അതായത് ആക്ച്വലി ഡ്യൂട്ടി സൈക്കിള് പ്രകാരമുള്ള ഒരു ആവറേജ് വോൾട്ടേജാണ് നമുക്കവിടെ മെഷർ ചെയ്യാൻ വേണ്ടി കിട്ടുക ഔട്ടിൽ. ഇനി പവർ രണ്ട് നോഡിലും ഈക്വലായിട്ട് കിട്ടണം. അതുകൊണ്ട് തന്നെ ഇവിടെ വോൾട്ടേജ്, ഈ ഒരു നോഡിൽ വോൾട്ടേജ് കുറയുന്നുണ്ടെങ്കിൽ പവർ കോൺസ്റ്റൻ്റായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് കറണ്ട് എന്ത് ചെയ്യണം, നാച്ചുറലി ഇൻക്രീസ് ആവണം. ആ ഒരു ഇൻക്രീസ് അവിടെ സംഭവിക്കും. അതായത് കറണ്ട് ഇൻഡക്ടറിലുള്ള കറണ്ട് എന്താണ്, ലാഗ് ചെയ്യും. കറണ്ടിന് ഇൻഡക്ടർ ലാഗ് ബിഹൈൻഡ് വോൾട്ടേജാണ്. അതായത് കറണ്ട് ഗ്രാജ്വലി എന്താവുള്ളൂ, ഇൻക്രീസ് ആവുള്ളൂ. ഡിക്രീസ് ആവുന്നതും കറണ്ട് ഗ്രാജ്വലിയാണ്. അതുകൊണ്ട് ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട്, സ്ട്രോങ് കറണ്ട് നമുക്കിവിടെ കിട്ടും ഔട്ടിൽ. കാരണം വോൾട്ടേജിൻ്റെ അത്ര ഫാസ്റ്റായിട്ട് സ്വിച്ചിങ് നടക്കില്ല, വളരെ സ്ലോലി കറണ്ട് സ്വിച്ച് ആവുന്നത് കൊണ്ട് തന്നെ ഔട്ടിൽ നമുക്ക് കറണ്ട് എന്ത് ചെയ്യും, ഒരു സ്ട്രോങ് കറണ്ട്, ഒരു കറണ്ടൊന്ന് കുറയുന്നതിന് മുന്നേ അപ്പോഴേക്കും അടുത്ത സ്വിച്ചിങ് നടക്കും. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് സ്ട്രോങ് കറണ്ട് നമുക്ക് ഫീൽ ചെയ്യും ഔട്ടിൽ. അങ്ങനെയാണ് ഈ ഒരു LX ഇതിൻ്റെ ബക്ക് കോയിലിൻ്റെ വർക്കിംഗ് വരുന്നത്. ഓക്കെ.